അതേസമയം മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വൈദ്യുതി വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. 29-30 തീയതികളിൽ കാറ്റും മഴയും ശക്തമായേക്കുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മലയോര മേഖലയിൽ രാവിലെ 8 മണി മുതൽ ശരാശരി 500 mm മഴ ലഭിച്ചിട്ടുണ്ട്. 29-30 തീയതികളിൽ മഴയും കാറ്റും കൂടും. ഈ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കനത്ത മഴയ്ക്കൊപ്പം കനത്ത കാറ്റുമുണ്ട്. മലയോര മേഖലയിലൂടെയുള്ള രാത്രി യാത്രയിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 29-30 തീയതികളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ കളക്ടർമാരോടും താഴത്തുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ റഡാറിൽ പരിശോധിക്കുമ്പോൾ 85 മുതൽ 90 വരെ വേഗതയിൽ കാറ്റ് വീശിയതിന്റെ അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടെയ്നർ തകർന്ന് ചില ഭാഗങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണം. കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനി എത്തിയിട്ടുണ്ട്. കേരള തീരത്ത് ഇതുവരെ എണ്ണ കണ്ടെത്തിയിട്ടില്ല. മധ്യഭാഗത്തു കൂടിയാണ് എണ്ണ ഒഴുകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പൊഴികളിലും അഴികളിലും ഓയിൽ ബൂം സ്ഥാപിച്ച് ഓയിൽ തീരത്തേക്ക് വരുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. വെരി ലോ സർഫസ് ഓയിൽ പുഴകളിലേക്ക് വരാതിരിക്കാൻ അറക്കപ്പൊടി നിറച്ച ചാക്ക് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് തരികളുള്ള നർഡിൽ പാക്കറ്റുകളാണ്. അതിപ്പോൾ കണ്ടെയ്നർ തകർന്നതിൻ്റെ ഭാഗമായി അകത്ത് വെച്ച് തകർന്നതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നതായിരിക്കും. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. തീരദേശ മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ പ്രത്യേകമായിട്ടുള്ള യോഗം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത് ചേർന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത്. മഴയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വൈദ്യുതി വകുപ്പിനാണെന്നും ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടമില്ലെന്നും രാത്രികാലങ്ങളിൽ ഒരു സാഹചര്യത്തിലും ഡാം തുറക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, തൃശൂർ.